നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടിയാണ് നാളെ ഇറങ്ങുന്നത്. ചെന്നൈയിൻ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രതിസന്ധി സമയത്തിലൂടെയാണ് ക്ലബ്ബ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. നിലവിൽ പോയിൻ്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. പരിക്കുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ സ്റ്റാറെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മികച്ച ടീമിനെ തന്നെ നാളെ കളിക്കളത്തിൽ ഇറക്കുമെന്നുള്ള ഒരു ഉറപ്പും ഒരു വാഗ്ദാനവും സ്റ്റാറെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ഇഞ്ചുറി സിറ്റുവേഷൻ അഥവാ പരിക്കിൻ്റെ ഈ സാഹചര്യങ്ങൾ മുൻപത്തേതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ പോലെ അത്ര മോശം സ്ഥിതിയിൽ ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സ്ക്വാഡിൻ്റെ 10% താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ്. അവർ ഈ മത്സരത്തിന് ലഭ്യമായേക്കില്ല. മാത്രമല്ല ചെറിയ ചില പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ക്ലബിനകത്തുണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നു, അതായത് നാളത്തെ മത്സരത്തിൽ നമ്മളൊരു മികച്ച ടീമിനെ തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കും. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഈയിടെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഈ മാസത്തെ 2 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് വളരെ നിർണായകമാണ് എന്നായിരുന്നു റൂമറുകൾ. പക്ഷേ അതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി പാടെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.